തൃശ്ശൂർ അരനാട്ടുകരയിലുള്ള ഒരു പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളുമായാണ് ഞാൻ വീണ്ടും വരുന്നത്. ഹലോ, വെൽക്കം ടു ഏഞ്ചൽ ഹോംസ് തൃശ്ശൂർ. ഏഞ്ചൽ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ പറയുന്ന വീടും സ്ഥലവും തൃശ്ശൂരിൽ നിന്ന് വെറും 2.5 കിലോമീറ്റർ ദൂരം, അതായത് തൃശ്ശൂർ റൗണ്ടിൽ നിന്ന്. ഈ കാണുന്നത് ഒരു സ്റ്റേറ്റ് ഹൈവേ ആണ്. ഈ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് വെറും 250 മീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യണത്. ഈ വീട്ടിലേക്ക് വരുന്ന വഴിയുള്ള എല്ലാ വീടുകളും നല്ല പോഷ് ടൈപ്പ് വീടുകളാണ്. അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. പുറമേ നിന്ന് കാണുമ്പോൾ തന്നെ രാജകീയ ലുക്ക്. ഈ പറഞ്ഞ 27 സെൻറ്റ് പ്രോപ്പർട്ടിയുടെ അതിർത്തി ഇവിടെ നിന്ന് മുതൽ ആരംഭിക്കുന്നു. ഈ കാണുന്ന കോർപ്പറേഷൻ റോഡിലേക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഏകദേശം 110 അടി ഫ്രണ്ടേജ് ഉണ്ട്. ഈ കാണുന്ന ഫ്രണ്ടിലെ മതിൽ നല്ല സ്ട്രോങ് ആയി പണിതിട്ടുള്ളതാണ്. ഇനി ഈ പ്രോപ്പർട്ടിയുടെ ഉള്ളിലേക്കൊന്ന് കയറി ചെല്ലാം. ഈ കാണുന്നതാണ് കിണർ. വറ്റാത്ത കിണറാണ്. ഏത് സീസണിലും സമൃദ്ധിയായ വെള്ളം കിട്ടുന്ന കിണർ. വടക്ക് കിഴക്ക് ദിശയിലാണ്. ഈ വീടും പറമ്പും കിഴക്കോട്ടേക്കാണ് ഫേസ് ചെയ്തിട്ടുള്ളത്, ഈസ്റ്റ് ഫേസിങ്. ഈ കാണുന്ന കാർപോർച്ചിലും പരിസരത്തുമായി ധാരാളം വണ്ടികൾ പാർക്ക് ചെയ്യാവുന്നതാണ്. ഈ വീടിന് ചുറ്റും ധാരാളം സ്ഥലമുള്ളതുകൊണ്ട് കൃഷിയും മറ്റു കാര്യങ്ങളും ചെയ്യാൻ പറ്റൂട്ടാ. ഈ പറഞ്ഞ 27 സെൻറ്റിൽ തെങ്ങുകളും അതുപോലെ നാരകം, സപ്രോട്ട, മറ്റ് ഫലവൃക്ഷങ്ങളും ജാക്ക് ഫ്രൂട്ട് ട്രീയും അതെല്ലാം ഉണ്ടിട്ടല്ലേ. അത്യാവശ്യം വേണ്ടതായ എല്ലാം ഉണ്ട് ഇതിൽ. വീടിൻ്റെ പുറകുവശമാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് ഒരു കവേർഡ് കാർ പാർക്കിംഗ് ആണ്. കിണറിനോട് ചേർന്നിട്ട് മോട്ടോർ ഷെഡ്. സപ്പോട്ട മരം, ധാരാളം പഴങ്ങളുണ്ട് ഇതിൽ. വീടിൻ്റെ മുൻഭാഗം. ഇവിടെ നല്ലൊരു പ്ലാവുണ്ട്. ധാരാളം ചക്ക ഉണ്ടാവുന്ന പ്ലാവാണിത്. ഈ വീട്ടിലെ വിശാലമായ സിറ്റ് ഔട്ട് ഏരിയ നോക്കൂ. 2 സൈഡിലേക്കാണ് ഈ സിറ്റ് ഔട്ട് വ്യാപിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ചുറ്റും പരിസരവും നിങ്ങൾ കണ്ടില്ലേ. ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് പോയി നോക്കാം. ഈ വീടിൻ്റെ എല്ലാ റൂമുകളുടെയും ഡോറുകൾ തേക്കുകൊണ്ടാണ്. അതുപോലെ തന്നെ ജനലകളും. ഈ വീടിൻ്റെ പണി മുഴുവനായി പൂർത്തീകരിച്ചിട്ടുള്ളത് ചിമ്മിനി കട്ട, അതായത് റെഡ് ബ്രിക്സ് കൊണ്ടാണ് ഇത് പണിതിട്ടുള്ളത്. ഈ വീടിൻ്റെ ഫ്ലോറിംഗ് നോക്ക്, എല്ലാം മാർബിളിൻ്റെ സ്ലാബുകളാണ്. അത്യാവശ്യം വേണ്ട എല്ലാ ഫർണിച്ചറുകളും ഇതിലുണ്ട്. ഈ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ റൈറ്റ് സൈഡിൽ ഈ കാണുന്നതാണ് അതിവിശാലമായ ലിവിംഗ് റൂം.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ജനലകളും വാതിലുകളും തേക്ക് കൊണ്ട് പണിതിട്ടുള്ളതാണ്. ഈ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടതുഭാഗത്ത് കാണുന്ന ഈ വിശാലമായ ഏരിയയാണ് ഡൈനിങ് ഏരിയ. ഈ കാണുന്നതാണ് വാഷ് ബേസിൻ. ഇനി ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം ഒന്ന് കാണാം. വളരെ വലിയ ബെഡ്റൂമുകളാണ് ഇതിലുള്ള 4 ബെഡ്റൂമുകളും. ഈ കാണുന്നതാണ് ഡ്രസ്സിംഗ് ഏരിയ. ഈ കാണുന്നത് ബാത്ത് അറ്റാച്ച്ഡും. ആ കാണുന്ന ഡോറുണ്ടല്ലോ, അതിലൂടെയാണ് പുറത്തുള്ള കവേർഡ് കാർ പാർക്കിങ്ങിലൂടെ അകത്ത് പ്രവേശിക്കാനുള്ള ഡോറ്. ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് പോയി വരാം. ഈ ബെഡ്റൂമിലും അത്യാവശ്യം വേണ്ട എല്ലാവിധ ഫർണിച്ചേഴ്സും ഉണ്ട്. ഈ ബെഡ്റൂം ഒരു ഗസ്റ്റ് ബെഡ്റൂമായും ഉപയോഗിക്കാം. ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ, അതായത് ഗസ്റ്റ് ബെഡ്റൂമിൻ്റെ ബാത്റൂം. ഇത് കോമൺ ആയിട്ടുള്ള ബാത്റൂമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ താൽക്കാലികമായിട്ടാണ് ഡൈനിങ് ടേബിൾ ഇട്ടിരിക്കുന്നത്. ഈ ഒരു ഏരിയ യഥാർത്ഥത്തിൽ ഫാമിലി ലിവിംഗ് റൂമാണ്. ഈ വീടിൻ്റെ എവിടെ നോക്കിയാലും, ഏത് ചുമരമേ നോക്കിയാലും ഒരു സീപ്പേജോ ഒരു കിളിർപ്പോ കാണില്ല. അത്രയും സ്ട്രോങ് ആയാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ വസ്തുതകളെല്ലാം നിങ്ങൾ ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് കാണുമ്പോൾ എല്ലാം മനസ്സിലായിക്കോളും. അത്രയും ഗ്യാരണ്ടിയോടുകൂടിയാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചണിലേക്ക് ഒന്ന് പോയി വരാം. ഇവിടെയും തേക്ക് കൊണ്ടാണ് ഈ കാണുന്നതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു കിച്ചണിലേക്ക് വേണ്ട ഒരുവിധ എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. മറ്റു വീടുകളിൽ നിന്നും വ്യത്യസ്തമായി ഈ വീടിൽ 2 സ്റ്റോർ റൂമാണ് ഉള്ളത്. ഈ സ്റ്റോർ റൂമിൻ്റെ ഉള്ളിലുള്ള മറ്റൊരു റൂമിലാണ് വാഷിംഗ് മെഷീൻ വെച്ചിട്ടുള്ളത്. ഇവിടെയും നിങ്ങൾക്ക് മറ്റു വീടുകളിൽ നിന്ന് വ്യത്യസ്തമായി 2 വർക്കിംഗ് ഏരിയ കാണാം. ഇവിടെ കാണുന്ന രണ്ടാമത്തെ വർക്ക് ഏരിയയിലാണ് പുകയില്ലാത്ത അടുപ്പുള്ളത്. പുറത്തുള്ള വരാന്തയും ചുറ്റുമുള്ള പരിസരവും. അങ്ങനെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെ ലിവിങ് റൂം, ഡൈനിങ് റൂം, ഫാമിലി ലിവിങ് റൂം, 2 ബെഡ്റൂമുകൾ, അതുപോലെ കിച്ചൺ, 2 സ്റ്റോർ റൂം, 2 വർക്ക് ഏരിയ എന്നിവയെല്ലാം കണ്ടില്ലേ. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് പോയി വരാം. മനോഹരമായ സ്റ്റെയർ കേസ്. ഇതിൻ്റെ ഹാൻഡ് റെയിൽ കണ്ടില്ലേ, തേക്ക് കൊണ്ട് നിർമ്മിച്ച ഹാൻഡ് റെയിലാണ് ഈ കാണുന്നതെല്ലാം. വളരെ മനോഹരമായ തേക്ക് കൊണ്ട് നിർമ്മിച്ച ഹാൻഡ് റെയിൽ.
ഫസ്റ്റ് ഫ്ലോറിൽ ആദ്യം കാണുന്നതാണ് ഈ കാണുന്ന ലോബിയും അതോട് ചേർന്നിട്ടുള്ള ഫാമിലി ലിവിംഗ് റൂമും. എക്സ്ട്രാ സേഫ്റ്റി മെഷേഴ്സാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലെ ഓപ്പൺ ടെറസിലേക്ക് പോവുകയായാലും അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലെ മറ്റ് 2 ബെഡ്റൂമിൽ നിന്ന് ബാൽക്കണിക്ക് പോവുകയായാലും. ഇനി ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോയി വരാം. വളരെ വലിയ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഈ ബെഡ്റൂമിലായാലും അത്യാവശ്യം വേണ്ട എല്ലാവിധ ഫർണിച്ചേഴ്സും ഉണ്ട് ഇവിടെ. ഇവിടെയാണ് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ബാത്ത് അറ്റാച്ച്ഡ്. ഈ വീടിന് ഏകദേശം 20 വർഷം പഴക്കമുണ്ട് കേട്ടോ. ഇതിലൂടെയാണ് ബാൽക്കണിയിലേക്കുള്ള വഴി. ഇവിടെയും എക്സ്ട്രാ സേഫ്റ്റി മെഷേഴ്സാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് പോയി വരാം. ഈ ബെഡ്റൂമിലേക്ക് ആവശ്യമായ ഒരുവിധ എല്ലാ ഫർണിച്ചേഴ്സും ഉണ്ട്. ഈ വീട്ടിലെ 4 ബെഡ്റൂമുകളും കിങ് സൈസ് ബെഡ്റൂമുകളാണ്. ഈ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ കണ്ടോ? ഇതിലൂടെയാണ് ഈ ബെഡ്റൂമിൽ നിന്നുള്ള ബാൽക്കണിയിലേക്കുള്ള വഴി. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്ത് അറ്റാച്ച്ഡ്. 3600 സ്ക്വയർ ഫീറ്റുള്ള ഈ 4 ബെഡ്റൂമും 27 സെൻറ്റ് സ്ഥലമുള്ള ഈ വീടും പരിസരവും കണ്ടില്ലേ? ഇത്രയും മനോഹരമായ ഈ വീടും പറമ്പും നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ നമ്പർ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങളുടെ നമ്പർ 7025145309. ആദ്യമായാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ സ്വന്തം ഏഞ്ചൽ ഹോംസ്.